ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വമുണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ചിന്ത യോബിൻ്റെ പുസ്തകം 42 അധ്യായം 7 വാക്യമാണ്. യഹോവ ഈ വചനങ്ങളെ യോബിനോട് അരുളി ചെയ്ത ശേഷം യഹോവ തേമാന്യനായ എലിഫസിനോട് അരുളി ചെയ്തു, നിന്നോടും നിന്റെ 2 സ്നേഹിതന്മാരോടും എനിക്ക് കോപം ചൊലിച്ചിരിക്കുന്നു. എൻ്റെ ദാസനായ യോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ല. യോബിൻ്റെ പുസ്തകം തുടങ്ങുന്നത് യോബിനെ കുറിച്ച് ദൈവം പറയുന്ന ഒരു സാക്ഷ്യമാണ്. ആ സാക്ഷ്യം ഇങ്ങനെയാണ്. 1:1. ഊസ് ദേശത്ത് യോബ് എന്ന പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. ഒരു ഭക്തനായ മനുഷ്യനെ കുറിച്ച് ദൈവം സാക്ഷ്യം പറഞ്ഞപ്പോൾ ആ സാക്ഷ്യം മുതലാണ് യോബിൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. ഈ സാക്ഷ്യത്തെ ആദ്യം ഡിഫെൻഡ് ചെയ്യുന്നത്, ആദ്യം എതിർക്കുന്നത് പിശാചാണ്. പിശാച് ദൈവത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് ഈ സാക്ഷ്യത്തെക്കുറിച്ച് പറയുന്നത്, നീ യോബിനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം തെറ്റാണ്. കാരണം അവൻ സുഖമായി ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ സാക്ഷ്യത്തിന് അവൻ അർഹനായിരിക്കുന്നത്. എന്നാൽ അവൻ്റെ ജീവിതത്തിലെ ഈ സുഖ സൗകര്യങ്ങൾ എടുത്തു കളഞ്ഞാൽ നീ ഈ പറഞ്ഞ സാക്ഷ്യം തിരുത്തി പറയേണ്ടി വരും എന്ന് യോബിനെ കുറിച്ച് പിശാച് ദൈവത്തോട് പറയുന്ന ആദ്യത്തെ സംഭാഷണം നമുക്ക് കാണാം. വീണ്ടും നമ്മൾ മുൻപോട്ട് വരുമ്പോൾ യോബിൻ്റെ ജീവിതത്തിൽ നിന്ന് അവൻ്റെ സുഖ സൗകര്യങ്ങൾ, അല്ലെങ്കിൽ അവന് ദൈവം കൊടുത്ത ഈ ഭൂമിയിലെ അനുഗ്രഹങ്ങൾ ഒന്നൊന്നായി നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് തൻ്റെ സ്നേഹിതന്മാർ, 3 സ്നേഹിതന്മാരെന്ന് നമ്മൾ ആദ്യം കാണുന്നു. അതിനുശേഷം 32 അധ്യായത്തിൽ പ്രൈസ് ദി ലോർഡ്, എലിഹു എന്ന മറ്റൊരു വ്യക്തിയെക്കുറിച്ചും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 4 പേരും യോബിൻ്റെ കുറിച്ച് ദൈവം പറഞ്ഞ സാക്ഷ്യത്തെ തിരസ്കരിച്ചാണ് പറയുവാനിടയായിത്തീരുന്നത്. യോബ് നിഷ്കളങ്കനല്ല, നേരുള്ളവനല്ല, ദോഷം വിട്ടകലുന്നവനല്ല എന്ന് അവരുടെ എല്ലാം സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. 37 അധ്യായം വരെ യോബ് തനിക്കറിയാവുന്ന ഭാഷയിൽ ഈ 4 വ്യക്തികളോടും താൻ നിഷ്കളങ്കനല്ലാതെ ആയിരുന്നിട്ടല്ല, തൻ്റെ കേടുകൊണ്ടല്ല, അല്ലെങ്കിൽ താൻ ചെയ്ത തെറ്റുകൊണ്ടല്ല താൻ ഈ പ്രതിസന്ധിയിലൂടെ പോകുന്നത് എന്ന് പറയാൻ ആവോളം ശ്രമിച്ചിട്ടും അവർ വീണ്ടും വീണ്ടും ഈ ഭക്തനായ മനുഷ്യനെ കുറ്റപ്പെടുത്തുന്നതായിട്ട് കാണുവാൻ ഇടയായിത്തീരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നലകളിൽ താൻ പട്ടണത്തിൽ ചെന്ന് നിന്നാൽ വൃദ്ധന്മാർ പോലും എഴുന്നേറ്റ് നിന്ന് തന്നെ ബഹുമാനിക്കുന്ന ഒരു അനുഗ്രഹീതമായ കാലത്തെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ പോലും ഇന്ന് തന്നെ നിന്ദിച്ചു പറയുന്നത് ദൈവത്താൽ തള്ളപ്പെട്ട,
ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ട് അവരുടെ മുമ്പിൽ പോലും ഇയ്യോബ് പരിഹാസ വിഷയമായി തീരുന്നുണ്ട്. തൻ്റെ ഭാര്യ പോലും തന്നെ പരിഹസിച്ചു പറയുന്ന വാക്കുകൾ ഈ പുസ്തകത്തിൽ നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമ്മളുടെ ചിന്താ ഭാഗമായ 42-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യഹോവയായ ദൈവം പ്രൈസ് ദി ലോർഡ് സംസാരിക്കുവാൻ വേണ്ടി തുടങ്ങുക. 38-ാമത്തെ അധ്യായം മുതൽ ഇയ്യോബുമായി സംസാരിച്ചു വന്ന ശേഷം 42-ാം അധ്യായത്തിൽ വച്ച് 7-ാമത്തെ വാക്യത്തിൽ തൻ്റെ സ്നേഹിതന്മാരോട് യഹോവയായ ദൈവം സംസാരിക്കുന്ന വാക്കുകളാണ് നമ്മൾ കേൾക്കുന്നത്. എന്താണ് ദൈവം സംസാരിച്ചത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ ഇയ്യോബിനെ അല്ല, ഹല്ലേലൂയ സ്തോത്രം, തിരസ്കരിച്ചത്. നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് ഇയ്യോബിനെ അല്ല വേദനിപ്പിച്ചത്, അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് ഇയ്യോബിനെ അല്ല കുറ്റം ആരോപിച്ചത്, പകരം എന്നെ എന്ന് വെച്ചാൽ ദൈവം പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നിങ്ങൾ ഈ പറഞ്ഞത് മുഴുവൻ, ഇയ്യോബിൽ ആരോപിച്ചത് മുഴുവനും എന്നെയാണ്. എന്ന് വെച്ചാൽ ഇയ്യോബ് എന്നെക്കുറിച്ച് വിഹിതമായത് സംസാരിച്ചു, നിങ്ങളോ എന്നെക്കുറിച്ച് വിഹിതമായത്, ശരിയായത് സംസാരിച്ചില്ല എന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ മനസ്സിൽ വന്ന ചോദ്യം ഇങ്ങനെയാണ്: ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരായ പുരുഷന്മാർ സംസാരിച്ചതൊക്കെ ഇയ്യോബ് തെറ്റ് ചെയ്തു, ഇയ്യോബ് നിഷ്കളങ്കനല്ലായിരുന്നു, ഇയ്യോബ് നേരുള്ളവനല്ലായിരുന്നു, ഇയ്യോബ് ദൈവഭക്തനല്ലായിരുന്നു എന്നതാണ് അവർ സംസാരിച്ചത്. അവർ ദൈവത്തെക്കുറിച്ച്, ഹല്ലേലൂയ സ്തോത്രം, അങ്ങനെയൊന്നും സംസാരിച്ചില്ല. നീതിമാൻ കഷ്ടം അനുഭവിക്കുകയില്ല എന്നൊക്കെ പറയുകയാണ്. എന്നാൽ ദൈവം പറയുകയാണ്, ഞാൻ പറഞ്ഞ സാക്ഷ്യം, പ്രൈസ് ദി ലോർഡ്, ശരിയാണ് എന്നത് എനിക്ക് ഉത്തമമായ ബോധ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിനെതിരെ പിശാച് സംസാരിക്കുന്നു. ആ പിശാച് സംസാരിച്ചത് തന്നെയാണ് നിങ്ങൾക്കും സംസാരിക്കുവാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എന്നെക്കുറിച്ചാണ് തെറ്റായി സംസാരിച്ചത്, ഇയ്യോബിനെ കുറിച്ചല്ല. ഇന്ന് ഹല്ലേലൂയ സ്തോത്രം, പകൽക്കാലം ഇയ്യോബിൻ്റെ ജീവിത കഷ്ടങ്ങളിൽ ഇയ്യോബിൻ്റെ സ്നേഹിതന്മാർ ഇയ്യോബിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ, ജനമേ, എനിക്ക് നിങ്ങളോട് പറയാനൊരു വാക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇയ്യോബ് എത്രത്തോളം ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചോ അത്രത്തോളം അവർ വീണ്ടും വീണ്ടും അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അധ്യായങ്ങൾ നീളുകയാണ്. എന്നാൽ ദൈവം ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരോട് ഒരു വാക്ക് മാത്രമേ സംസാരിച്ചുള്ളൂ. അപ്പോൾ തന്നെ അവർ അനുതപിക്കുന്നു, അവരുടെ കുറ്റം അവർക്ക് മനസ്സിലാകുന്നു. ഹല്ലേലൂയ. ദൈവജനമേ, ഈ വാക്കുകളിലൂടെ എനിക്ക് നിങ്ങളെ ഈ പ്രഭാതത്തിൽ ബോധ്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത, ദൈവം ഹല്ലേലൂയ സംസാരിക്കുവാൻ നമ്മൾ വിട്ടുകൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വാക്കുകൾക്കായി നമ്മൾ വിട്ടുകൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവം സംസാരിക്കുമ്പോൾ നമുക്കെതിരെ ഊരൽ ചൂണ്ടുന്നവർ, നമുക്കെതിരെ സംസാരിക്കുവാൻ ശ്രമിക്കുന്നവർ, പ്രൈസ് ദി ലോർഡ്, അവർ അവരുടെ കുറ്റങ്ങൾ ബോധ്യപ്പെട്ട്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, ദൈവം നമ്മളെ നടത്തുന്ന വഴികളിൽ, ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയെന്ന് അവർക്ക് ബോധ്യമാകും. അതിനുവേണ്ടി ദൈവത്തിൻ്റെ സംസാരത്തിനായി നമുക്ക് വിട്ടുകൊടുക്കുവാനിടയായി തീരാം. നാം നമ്മെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചാൽ, നാം എത്രത്തോളം നാം ശരിയാണ് എന്നത് സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ, അവരുടെ മുമ്പിൽ ഒരിക്കലും നമുക്ക് കഴിയുകയില്ല. നാം നമ്മുടെ വാക്കുകൾ കൊണ്ട്
അവരെ ജയിക്കുവാനായി കഴിയുകയില്ല. എന്നാൽ ഒരു യാഥാർത്ഥ്യം ഈ വചനത്തിലൂടെ ഞാൻ ബോധ്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, ദൈവജനമേ, പ്രൈസ് ദി ലോർഡ്, ദൈവം സംസാരിക്കുവാൻ നമുക്ക് അനുവദിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സംസാരത്തിനായി വിട്ടുകൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം അതിനായി ഈ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ആഴമായി ഒന്ന് പതിയട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ സംഖ്യാപുസ്തകത്തിലേക്ക് വന്നാൽ ഇതുപോലെ ഒരു ഭാഗം കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. യഹോവയായ ദൈവം മോശയെ, ഹല്ലേലൂയ, ഇസ്രായേൽ മക്കളുടെ രക്ഷകനായി, വീണ്ടെടുപ്പുകാരനായി തിരഞ്ഞെടുത്തു. എന്നാൽ 17-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ, സ്തോത്രം, 16-ാം അധ്യായത്തിലേക്ക് പ്രൈസ് ദി ലോർഡ് നിങ്ങൾ വരുമ്പോൾ, 16-ാം അധ്യായത്തിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, കോരഹ്, പ്രൈസ് ദി ലോർഡ്, എലിയാബിന്റെ പുത്രന്മാരായ ദാദാൻ, അബീരാം, പേലത്തിന്റെ മകനായ ഓൻ, ഈ ഹല്ലേലൂയ സ്തോത്രം 4 വ്യക്തികളെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ 4 പേരും പ്രൈസ് ദി ലോർഡ് മോശയുടെ നേതൃത്വത്തിനെതിരെ സംസാരിക്കാൻ തുടങ്ങുന്നു. എന്ന് വെച്ചാൽ അവർ പറയുന്നത്, ഞങ്ങളും നിന്നെപ്പോലെ ലേവി ഗോത്രത്തിലുള്ളതാണ്, നിന്നെപ്പോലെ പ്രൈസ് ദി ലോർഡ് ഞങ്ങൾക്ക് ജ്ഞാനവും അറിവും കഴിവുമുള്ളവരാണ്. പക്ഷേ നീ നിന്നെ തന്നെ ഒരു നേതാവായി ഞങ്ങളുടെ മുമ്പിൽ ഉയർത്തേണ്ട ആവശ്യകത എന്താ? മോശയ്ക്ക് എതിരെ സംസാരിക്കുന്ന വാക്കുകൾ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. എന്നാൽ മോശ അവിടെ ദൈവത്തിൻ്റെ മുമ്പാകെ, ഹല്ലേലൂയ സ്തോത്രം, ആ വിഷയം കൊണ്ടുവെക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ആ വിഷയത്തിൽ സ്തോത്രം ദൈവം ഒരു പരിഹാരം കൽപ്പിക്കുന്നു. ഭൂമി വാ പിളർന്ന്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഈ മോശയുടെ നേതൃത്വത്തിനെതിരെ സംസാരിച്ച ആ ജനത്തെ ഹല്ലേലൂയ സ്തോത്രം വിഴുങ്ങിക്കളയുന്ന ഒരു സംഭവം നമുക്കവിടെ കാണുവാനിടയായിത്തീരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം മോശയെ തിരഞ്ഞെടുത്തു എന്നുള്ളത് മോശയ്ക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. എന്നാൽ ഈ ജനത്തിൻ്റെ മധ്യത്തിൽ ഇവർ അത് ബോധ്യപ്പെടാതെ ഹല്ലേലൂയ സംസാരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ 17-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഇവർ വിഴുങ്ങിപ്പോയി എങ്കിലും, ഹല്ലേലൂയ സ്തോത്രം, ആ സമൂഹത്തിൽ ആ പ്രശ്നത്തിനൊരു പരിഹാരം വന്നതായിട്ട് നമുക്ക് കാണുവാനിടയായിത്തീരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ആ പിറുപിറുപ്പും ആ മത്സരവും, ഹല്ലേലൂയ സ്തോത്രം, മത്സരികളായ ആളുകൾ ഹല്ലേലൂയ ഭൂമിയിൽ മാവിളർന്ന് വിഴുങ്ങിയിട്ടും പ്രശ്നം അവിടെ തീർന്നില്ല. അപ്പോൾ യഹോവയായ ദൈവം മോശയോട് പറയുന്നൊരു കാര്യമുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, പ്രൈസ് ദി ലോർഡ്, ഞാൻ ആരെയാണ് തിരഞ്ഞെടുത്ത് ശുശ്രൂഷയ്ക്ക് ആക്കിയത് എന്ന് ഞാൻ തന്നെ തെളിയിച്ചോളാം, നീ തെളിയിക്കാനൊന്നും പോകണ്ട. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ നമ്മൾ കാണുന്നത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 12 ഗോത്രങ്ങളിൽ നിന്ന്, പ്രൈസ് ദി ലോർഡ്, ഓരോ വടികൾ കൊണ്ടുവരാൻ പറഞ്ഞു. അഹരോൻ്റെ, പ്രൈസ് ദി ലോർഡ്, ഒരു വടി അഹരോൻ മാത്രമായി സെപ്പറേറ്റും എടുത്ത് സമാഗമന കൂടാരത്തിൻ്റെ അകത്ത് കൊണ്ടുവെക്കുവാൻ പറഞ്ഞു. നമുക്കറിയാം, അവിടെ സമാഗമന കൂടാരത്തിൻ്റെ അകത്ത് 24 ഒരു ദിവസം ഇരുന്നപ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആ വടി തളിർത്ത് പൂത്ത് കായ്ച്ച്, പ്രൈസ് ദി ലോർഡ്, ജനത്തിന് മുമ്പിൽ അഹരോനെയും, പ്രൈസ് ദി ലോർഡ്, മോശയെയും യഹോവയായ ദൈവം ശുശ്രൂഷയ്ക്കായി തെരഞ്ഞെടുത്തു എന്ന് ബോധ്യപ്പെടുത്തിയ ഒരു സംഭവം കിടപ്പുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അവിടെ ഇങ്ങനെയാണ് ആ വാക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 17-10 സംഖ്യാപുസ്തകം 17:10. അവിടെ നമ്മൾ കാണുന്നത്, യഹോവ മോശയുടെ
മോശയോട് അഹരോന്റെ വടി മത്സരികൾക്ക് ഒരടയാളമായി സൂക്ഷിക്കേണ്ടതിന് സാക്ഷ്യത്തിൻ്റെ മുമ്പിൽ തിരികെ കൊണ്ടുവരിക. അവർ മരിക്കാതിരിക്കേണ്ടതിന് എനിക്ക് വിരോധമായി അവരുടെ പിറുപിറുപ്പ് നീ ഇങ്ങനെ നിർത്തലാക്കും എന്ന് കൽപ്പിച്ചു. പ്രൈസ് ലോർഡ്. ഈ പദം ഞാൻ പറഞ്ഞ് ഇവിടെ നിർത്തുന്നത് ഇങ്ങനെയാണ്. ദൈവമക്കളെ സ്തോത്രം. ദൈവം മോശയോട് പറയുകയാണ്, ഹല്ലേലൂയ, നിനക്കും അഹരോനും ഹല്ലേലൂയ ശുശ്രൂഷയുടെ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, പദവി തന്നത് ഞാനാണ് എന്നത് നീ തെളിയിക്കാൻ പോകണ്ട, ഞാൻ തെളിയിച്ചു കൊള്ളാം. ഇന്ന് സ്തോത്രം, ഹല്ലേലൂയ, മറ്റു ചില ചിന്തകളൂടെ എനിക്ക് പറയണം എന്നുണ്ടായിരുന്നു. ഞാനിവിടെ സമയത്തിൻ്റെ കുറവ് കൊണ്ട് നിർത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, ഈ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, വിശുദ്ധ പകൽക്കാലത്തിനായി സ്തോത്രം. ദൈവമേ, ഇയ്യോബിനെ കുറിച്ച് അങ്ങ് സാക്ഷ്യം പറഞ്ഞു. ആ സാക്ഷ്യം പിശാച് അംഗീകരിക്കുവാൻ തയ്യാറായില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ സാക്ഷ്യം അവൻ്റെ സ്നേഹിതന്മാർ അംഗീകരിക്കാൻ തയ്യാറായില്ല. ആ സാക്ഷ്യം അവൻ്റെ ഭാര്യ അംഗീകരിക്കുവാൻ തയ്യാറായില്ല. അവരെല്ലാം ഒന്നിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഇയ്യോബ് ഒരു നിഷ്കളങ്കനൊന്നുമായിരുന്നില്ല. അവൻ ദൈവത്തോട് പാപം ചെയ്തവൻ എന്ന് പറഞ്ഞവനെ കുറ്റപ്പെടുത്തി ഹല്ലേലൂയ അവനെ ഏറ്റവും ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ തെറ്റുകാരനായി ചിത്രീകരിക്കുമ്പോൾ യഹോവേ അങ്ങ് ഹല്ലേലൂയ സ്തോത്രം അവനെ കുറ്റപ്പെടുത്തിയവരോട് അങ്ങ് സംസാരിക്കുന്ന വാക്കുകളാ ഞങ്ങൾ കേട്ടത്. ദൈവമേ ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കണമേ. സ്വർഗത്തിലെ ദൈവമേ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ, വേദനകളിൽ, ഭാരങ്ങളിൽ, ദുഃഖങ്ങളിൽ കടന്നു പോകുമ്പോൾ മറ്റുള്ളവർ ഞങ്ങളെ കുറിച്ച് പറയുന്ന വാക്കുകൾക്ക് ഞങ്ങൾക്ക് പറയുവാൻ ചിലപ്പോൾ ശബ്ദങ്ങളൊന്നുമില്ലപ്പാ. എന്നാൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വീണ്ടും ഞങ്ങൾ അങ്ങയോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. മോശയെ അങ്ങയുടെ ശുശ്രൂഷകനായി തിരഞ്ഞെടുത്തു, അഹരോനെ അങ്ങയുടെ ശുശ്രൂഷകനായി തിരഞ്ഞെടുത്തു. എന്നാൽ സ്വർഗത്തിലെ ദൈവമേ, ഹല്ലേലൂയ ഹല്ലേലൂയ, കോരഹും ദാഥാനും അബീരാമും ഓനുമൊക്കെ അതിനെതിരായി നിൽക്കുമ്പോൾ മോശയ്ക്ക് തിരിച്ചു പറയുവാൻ ഒരു വാക്കില്ല. സ്വർഗത്തിലെ ദൈവമേ, അങ്ങ് അവരോട് സംസാരിച്ചു. പ്രൈസ് ദി ലോർഡ്. അഹരോന്റെ വടിയെ തളിർപ്പിച്ച് ജനത്തിന് പിറുപിറുപ്പുകാർക്ക് മുൻപിൽ ഹല്ലേലൂയ അവരെ അങ്ങാണ് ശുശ്രൂഷയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തു തെളിയിച്ച് അവരുടെ പിറുപിറുപ്പ് നിർത്തലാക്കിയതുപോലെ ഇന്ന് പകൽക്കാലം അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാൻ എഴുന്നേൽക്കണമേ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു തുടങ്ങണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഡിഫെൻഡ് ചെയ്യുവാൻ ശ്രമിച്ചാൽ ഒരിക്കലും ഞങ്ങൾ ജയിക്കയില്ലപ്പാ. എന്നാൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ഞങ്ങൾ ആരാണ് എന്നത് ഞങ്ങൾക്ക് കുറിച്ച് തെറ്റായി പറയുന്നവരും തെറ്റായി വിചാരിക്കുന്നവർക്കും ബോധ്യമാകും എന്നുള്ളതുകൊണ്ട് അങ്ങയോട് ഇന്ന് പകൽക്കാലം അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിലൂടെ പോകുമ്പോൾ ആളുകൾ ഞങ്ങളെക്കുറിച്ച് തെറ്റായി പറയുമ്പോൾ അങ്ങ് അവരോട് സംസാരിച്ച് അങ്ങയുടെ ദാസനും ദാസിയും അങ്ങയുടെ മക്കളുമാണ് ഞങ്ങളെന്ന് ബോധ്യപ്പെടുത്തുമാറ് ചില വിടുതലുകൾ, ചില അടയാളങ്ങൾ, ചില പ്രവർത്തികൾ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം കേൾക്കുന്ന ജനത്തെ സമർപ്പിക്കുന്നു. മഹത്വം അങ്ങയ്ക്ക്. ഞങ്ങൾക്കായി ജീവൻ വെച്ച ക്രിസ്തുയേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന ദയവായി ശ്രവിക്കണേ. സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഒരു പ്രഭാതം ദൈവം ജനത്തിന് തരട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.